ഒരു വീടിന്റെ ടോട്ടൽ ബഡ്ജറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിന്റെ എലിവേഷൻ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കൂടിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് കൂടുമെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിന്റെ ടൈൽസ്, സാനിറ്ററി ഐറ്റംസ്, പെയിന്റിങ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, അതുപോലെ തന്നെയുള്ള ഐറ്റംസ് ആണ് ബ്രിക്ക് അല്ലെങ്കിൽ ജോയിനറി ഐറ്റംസ്. അതൊക്കെ നമുക്ക് ഈ ബഡ്ജറ്റ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അതിന്റെയൊക്കെ ബ്രാൻഡ് മാറുന്നതനുസരിച്ചും സ്പെസിഫിക്കേഷൻ മാറുന്നതനുസരിച്ചും ഒക്കെ നമ്മുടെ വീടിന്റെ ബഡ്ജറ്റ് കൂടിയും കുറഞ്ഞും വരും. എന്നാൽ പലരും ഈ എലിവേഷന്റെ കാര്യം പലപ്പോഴും മറന്നു പോകുന്ന ഒരു ഘടകമാണ്. എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ഭംഗി അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അനാവശ്യമായിട്ടുള്ള കളറുകൾ, ഒരുപാട് ഡിസൈൻ വർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വീടിന്റെ ടോട്ടൽ ബഡ്ജറ്റിനെ അധികമായിട്ട് കൂട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് പല കോൺട്രാക്ടർമാരും ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണ് അല്ലെങ്കിൽ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്ന് പറയുമ്പോൾ നമുക്കതിന്റെ പ്ലാൻ ആദ്യം കാണണം. അതുപോലെ അതിന്റെ എലിവേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു പ്ലാൻ പോലും കാണാതെ വെറുതെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ട് വീട് പണി തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് അത് പലപ്പോഴും വീട്ടുകാരും കോൺട്രാക്ടറും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് വരുന്നതിന്റെ പ്രധാന ഘടകം ഇതൊക്കെ തന്നെയാണ്.